ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീനു ഷെനോയ്. ഏതൊരു വ്യക്തിയോടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും പേര് തന്നെ പറയുന്ന ഒന്നാണ് അവരുടെ ബാല്യത്തെക്കുറിച്ച്. സ്കൂൾ വിട്ട് വന്ന് അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ടുള്ള കളികളും പറമ്പിലുമൊക്കെ പോയി ബോൾ കളിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കളികളും ചെയ്ത ചെറിയ ചെറിയ കുറുമ്പുകളും അന്ന് സൂക്ഷിച്ച രഹസ്യങ്ങളും, അന്നത് വലിയ വിലമതിക്കാനാവാത്ത രഹസ്യങ്ങളായിട്ട് പേടിയോടെ ആരോടും പറയാതെയൊക്കെ നമ്മൾ സൂക്ഷിച്ച എത്രയോ രഹസ്യങ്ങളും ഇന്നൊരു പക്ഷെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷിക്കുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളാണ്. ഈ നല്ല ഓർമ്മകൾ മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ടുള്ളത്. ഇന്നൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സങ്കടത്തോടെ തന്നെ പറയാം, അന്ന് നമ്മൾ ആഘോഷിച്ച ഈ ചെറിയ ചെറിയ നല്ല ഓർമ്മകളൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. ഇന്നത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ പ്രവാസികളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, നാട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്, ട്യൂഷൻ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല പല രീതിയിലുള്ള ട്രെയിനിങ് ക്ലാസ്സസ്, ഇതൊക്കെയായിട്ട് കുട്ടികൾ ആകെ ബിസിയാണ്. അവരുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിച്ച പോലെ നല്ല നിമിഷങ്ങളുണ്ടോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു ഉറപ്പുമില്ല അല്ലേ. ഇപ്പം പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ആഘോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഉത്സവം വരുമ്പോഴോ പെരുന്നാൾ വരുമ്പോഴോ വീട്ടിലുള്ള ബാക്കിയുള്ള കസിൻസുമായിട്ടുള്ള ആ ഒരു കളികളും നമ്മൾ ആഘോഷിച്ച പോലെയുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ അവർക്കിന്നില്ല. നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതാണെങ്കിലും നിസ്സഹായരായതുകൊണ്ട് തന്നെ അത് പലപ്പോഴും നമ്മൾ കണ്ണടക്കുകയാണ് പതിവ്. എന്നാലും ഈ അടുത്ത് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഒരാഴ്ചത്തേക്കാണ് നാട്ടിൽ പോയത്. അത് ഉത്സവം, അമ്പലം, പ്രാർത്ഥിക്കുക എന്നതിലൊക്കെ അപ്പുറം നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, അന്നൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് എപ്പോഴും അതൊരു കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം അമ്പലത്തിൽ പോയാൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാം, അല്ലെങ്കിൽ ഈ അമ്പലമുറ്റത്ത് വരുന്ന ചെറിയ ചെറിയ കടകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങളോ, ഇതൊക്കെ സന്തോഷത്തോടെ നമ്മൾ അന്ന് ആസ്വദിച്ചിരുന്നു അല്ലേ. കുട്ടികളെയും കൊണ്ട് നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ഉത്സവത്തിന് പോയിട്ടുണ്ട് എങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇപ്രാവശ്യം പോയപ്പോൾ എന്നെ ഒരുപാട് സന്തോഷിച്ച ചെറിയ ചെറിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോന്, 5 വയസ്സുള്ള മോന്, ഈ ആനയോടും ശീവേലിയോടും തായമ്പക, ചെണ്ട കൊട്ട്, ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. TV-യിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെയും നാട്ടിൽ നിന്ന് അമ്മ അയക്കുമ്പോഴുള്ള വീഡിയോസ് കണ്ടിട്ടാണ് അവൻ കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. അവനൊരു 2 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഉത്സവത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവനതിനെക്കുറിച്ച് ഓർമ്മകളൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ ആനയെ അടുത്ത് കാണുമ്പോൾ അവനുള്ള സന്തോഷം, ആനപ്പുറത്ത് എഴുന്നള്ളിപ്പൊക്കെ വരുമ്പം വലിയ കൊടയൊക്കെ കാണുമ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ഉണർവോടെ അവരത് കാണുന്നതൊക്കെ ആസ്വദിക്കാനും കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഈ അമ്പലമുറ്റത്ത് വന്ന ഈ ചെറിയ ചെറിയ കടകളിലെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എത്രയോ ബ്രാൻഡഡ് സാധനങ്ങൾ കുട്ടികൾക്കുണ്ടെങ്കിലും ഈ അവിടെ കിട്ടുന്ന ഈ പൊട്ടാസ് ഇട്ട തോക്ക്, അല്ലെങ്കിൽ എറിയുമ്പോൾ ഈ പൊട്ടുന്ന ചെറിയ ചെറിയ പൊട്ടാസ് പോലത്തെ കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ ബലൂൺ, ഈ ഉപ്പിലിട്ട കാര്യങ്ങൾ, എൻ്റെ മോൾക്ക് ഒരുപാട് വളകളും മാലകളും ഇതൊക്കെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. ഒരുപാട് അവൾക്ക് ഉണ്ടെങ്കിലും നല്ല നല്ല രീതിയിലുള്ള കമ്മലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ കടകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ, വിസ്മയത്തോടെ അവർ കാണുമ്പോൾ തന്നെ ഉള്ളിൽ ചെറിയൊരു സങ്കടം തോന്നും. അവർക്ക് എപ്പോഴും ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ പോലും കുറച്ച് ദിവസങ്ങൾ അവരിത് സന്തോഷത്തോടെ തന്നെ ആസ്വദിക്കുന്നു എന്ന് കാണുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. അതുപോലെ തന്നെ അമ്പലത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുക എന്നൊരു പതിവുണ്ട്. ഇന്നത്തെ കുട്ടികൾ കാണാത്ത ഒരു, നമ്മൾ പലപ്പോഴും ഓണത്തിനൊക്കെ ഇതുപോലെ കൂട്ടായ്മകൾ ഉണ്ടെങ്കിലും അമ്പലത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇലയിൽ സദ്യ കഴിക്കുക, അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ നമ്മൾ ആസ്വദിച്ച ചെറിയ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും റംസാൻ പോലെയുള്ള ഉത്സവങ്ങളിലും എല്ലാം പലപ്പോഴും നമ്മൾ നമ്മളുടെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ മിസ്സാവുന്നെങ്കിലും നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കുട്ടികളെ സഹായിക്കാം. നല്ല ഓർമ്മകൾ മാത്രമേ നമുക്ക് എപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ഇന്ന് ഉണ്ടാവാതെ പോകുന്നതാണ് കുട്ടിക്കാലത്തുള്ള ചെറിയ ചെറിയ ഓർമ്മകളും ഈ ചെറിയ സന്തോഷങ്ങളും. അത് വല്ലപ്പോഴുമെങ്കിലും അവർക്ക് ആസ്വദിക്കാനുള്ള ഇത് ചെയ്തു കൊടുക്കുക. ഇന്ന് ഇപ്രാവശ്യം അമ്പലത്തിൽ പോയപ്പം ഒരുപാട് സങ്കടമായിരുന്നു. കുട്ടികൾ ഒരുപാട് കുറവാണ്. വർക്കിംഗ് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ അന്ന് ലീവ് എടുത്തിട്ട്
ഇതുപോലെയുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കുചേരുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മളുടെ കുട്ടികളുടെ ജീവിതം പലപ്പോഴും ടി വിയുടെ മുമ്പിലും ടാബിൻ്റെ മുമ്പിലും ലാപ്ടോപ്പിൻ്റെ മുമ്പിലും ഫോണും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും ചെറിയ ചെറിയ സന്തോഷങ്ങളും നല്ല ഓർമ്മകൾ കിട്ടുന്ന ഉത്സവങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ പെരുന്നാളുകളിലും പങ്കുചേരാൻ എല്ലാവരോടും പറയുകയാണ്. അതിനിപ്പം ഒരു സ്പിരിച്വാലിറ്റിക്ക് അപ്പുറം പ്രാർത്ഥന അല്ലെങ്കിൽ റിലീജിയൻ, മതം ഇതിനൊക്കെ ഒരുപാട് അപ്പുറം നല്ല ഓർമ്മകൾ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെല്ലാം കുട്ടികൾ ആസ്വദിക്കട്ടെ. അവർക്കും ഇന്നത്തെ കുട്ടികളും ഒരുപാട് ഇതുപോലെ നല്ല ഓർമ്മകൾ നാളെ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ ഓർക്കുമ്പോൾ എനിക്കൊരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു, എൻ്റെ ബാല്യം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറയാനുള്ളൊരു ഭാഗ്യം കൂടി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അതിൽ മിക്കവാറും ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഒരുപാട് കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിലൊക്കെ അപ്പുറം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, കൊച്ചുമക്കളെയും കൊണ്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷം, ഈ പെരുന്നാളിന് എല്ലാവരും കൂട്ട് വീട്ടിൽ വരുമ്പോഴേക്കും അവരാഘോഷിക്കുന്ന ആ ഒരു സന്തോഷം, ഇതെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളൂ. എല്ലാവരും സന്തോഷത്തോടെ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ കഴിവതും അത് മിസ്സാക്കാതെ കുട്ടികൾക്കും കൂടി നല്ല ഓർമ്മകൾ ഉണ്ടാവാൻ നമ്മളും കൂടി പങ്കുചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ.